ക്യൂട്ട്നെസ് വാരി വിതറി ഇൻ്റർവ്യൂ നടത്തുന്ന മസ്താനിയെ നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ മസ്താനിയെയല്ല ബിഗ് ബോസ് ഹൗസിലെ മസ്താനി. ഭയങ്കരമായ ഗെയിം ചേഞ്ചറാണെന്ന് സ്വയം കരുതി ഹൗസിലേക്ക് പ്രവേശിച്ച മസ്താനി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാവരെയും, പുറത്തുള്ളവരെയും അകത്തുള്ളവരെയും ഒരുപോലെ വെറുപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. കാലെടുത്ത് വെച്ച ഉടനെ രേണു സുധിയെയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. ഏറ്റവും ഇനാക്റ്റീവായ ഒരു മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ വൈൽഡ് കാർഡിലെ 5 മത്സരാർത്ഥികളോട് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ മസ്താനിയുടെ ചോയ്സ് രേണു സുധിയായിരുന്നു. അതിൽ തെറ്റൊന്നുമില്ല. മാത്രമല്ല, ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ആ തിരഞ്ഞെടുപ്പ് ഏറെക്കുറെ ശരിയുമാണ്. എന്നാൽ അതിനവർ പറഞ്ഞ കാരണങ്ങൾ രേണു സുധിയെപ്പോലെ തന്നെ പ്രേക്ഷകരെയും ആ വീട്ടിലുള്ളവരെയും വേദനിപ്പിക്കുന്നതായിരുന്നു. പിന്നീട് അന്ന് തന്നെ വളരെ മോശമായ രീതിയിൽ രേണുവിനെ വെർബൽ ഹരാസ്മെൻറ്റ് നടത്തിയത് മസ്താനിയുടെ ക്യൂട്ട്നെസ് മുഖം മൂടി അഴിഞ്ഞു വീഴാൻ കാരണമായി. ഇക്കാര്യത്തിൽ ആ വീട്ടിലുള്ളവരാരും മസ്താനിയെ സപ്പോർട്ട് ചെയ്തില്ല. രേണു സുധിയുടെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ ഈ ഒരു പ്രശ്നം അവർക്ക് എത്രമാത്രം ഗുണകരമായ രീതിയിൽ വന്നു എന്ന് മനസ്സിലാക്കാം. റെന ഫാത്തിമയെയാണ് മസ്താനി നോട്ടമിട്ടത്. എന്നാൽ റെന ഫാത്തിമയ്ക്ക് ഇത് അർഹതപ്പെട്ടതാണെന്ന് എപ്പിസോഡ് കാണുന്നവർക്കും ലൈവ് കാണുന്നവർക്കും ഒക്കെ ഏറെക്കുറെ അറിയാം. എങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും മോശപ്പെട്ട അംഗവിക്ഷേപങ്ങൾ കാണിക്കുകയും വളരെ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട്, പെരുമാറ്റങ്ങൾ കൊണ്ടും തൻ്റെ പഴയ ക്യൂട്ട്നെസ് അഭിനയ മുഖം മൂടി മുഴുവനായി പൊട്ടിച്ച് യഥാർത്ഥ മസ്താനി പുറത്തു വന്നതായിട്ട് കാണാൻ കഴിയും. പുറത്തു നിന്ന് ഷോ കണ്ട് ഉള്ളിൽ കയറിയ ആളാണ് മസ്താനി. എന്നാൽ ഒരു പ്രൊമോ വീഡിയോ പോലും കണ്ട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നിപ്പിക്കും വിധമാണ് വീട്ടിൽ അവരുടെ പെരുമാറ്റം. ഒരു ഇൻ്റർവ്യൂവറായിട്ട് പോലും ഇത്തരം ഷോകളുടെ പ്രസക്തി എന്താണെന്ന് മസ്താനിക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അറിയില്ല. അനീഷിൻ്റെ പിന്നാലെ നടന്ന് അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ് അയാളെ ചൊറിഞ്ഞ് പ്രകോപിപ്പിക്കുന്നതും മസ്താനിയുടെ ഹരമാണ്. വൈൽഡ് കാർഡിൽ വന്ന 5 മത്സരാർത്ഥികളും വെറും വേസ്റ്റുകളാണെന്നും മരപ്പാടുകളാണെന്നും അനീഷിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചത് മസ്താനിയുടെ ഇത്തരം പ്രവർത്തികളാണ്. അനുമോൾ ആര്യൻ ജിസേൽ വിഷയം ഇത്രമാത്രം രൂക്ഷമായത് മസ്താനിക്ക് വളരെ വലിയ പങ്കുണ്ട്. ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ അനുവിൻ്റെ കൂടെ നിന്ന് പുതപ്പ് മൂടി കിടന്നതും ആ പ്രശ്നം ഇത്രം രൂക്ഷമാക്കിയതൊക്കെ മസ്താനിയാണ്. കൂടെ വന്ന 5 മത്സരാർത്ഥികളിൽ വേദിലക്ഷ്മി ഒരു സ്റ്റാൻഡേർഡ് ഗെയിം പിടിക്കുന്നുണ്ട്. അവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾക്ക് പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ അതിന് പരിഹാരമുണ്ട്. അത്തരത്തിൽ ഗെയിം കളിക്കാതെ, ഒരു സ്റ്റാൻഡേർഡുമില്ലാതെ ഗെയിം കളിക്കുന്ന മസ്താനി വൈൽഡ് കാർഡിൽ വന്ന ഏറ്റവും മോശപ്പെട്ട മത്സരാർത്ഥിയാണെന്ന് പറയാതെ വയ്യ. ഇനി നിങ്ങൾ പറയൂ, വൈൽഡ് കാർഡിൽ വന്ന 5 പേരിൽ ഏറ്റവും നല്ല മത്സരാർത്ഥി ആരാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.